ക്രോപ്സ് മാത്രം നോക്കുകയാണെങ്കിൽ അവസാനത്തെ അത് 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ക്രോപ്സ് എന്നുള്ള ഒറ്റ തീമിൽ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രോപ്സ് എന്നുള്ള ഒറ്റ തീമിൽ നിന്ന് അതിനർത്ഥം ആവറേജ് ഒരു ഇയറിൽ 1.6 ക്വസ്റ്റ്യൻസ് ഓർ സേ 1 to 2 ക്വസ്റ്റ്യൻസ് പെർ ഇയർ ഗ്യാരണ്ടീഡ് ആയിട്ട് UPSC ചോദിക്കുന്നുണ്ട്. ഹലോ ആസ്പിറൻസ്, വെൽക്കം ടു പ്രിലിംസ് ചാരിയറ്റ് ഇയർ 2025. ഈ പ്രിലിംസ് ചാരിയറ്റ് ഇയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ് പ്രിലിംസ് മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. UPSCയുടെ GS1 പ്രിലിംസ് പേപ്പർ കംഫർട്ടബിളായി ക്ലിയർ ആവാൻ വേണ്ടി നിങ്ങളെ സെൽഫ് സഫീഷ്യന്റ് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രിലിംസ് ചാരിയറ്റ് ഇയർ. ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ എലിമെന്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കറന്റ്ലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ കൺസിക്യൂട്ടീവായി സെവറൽ ഇയേഴ്സ് ഫെയിൽ ആവാതെ കൺസിക്യൂട്ടീവായി ഒരു 10 തൊട്ട് 30 മാർക്ക് വരെ കട്ട് ഓഫിന് മുകളിൽ എഡ്ജോടുകൂടി പാസ്സായ കറന്റ്ലി ഉള്ള ആസ്പിറൻസിന്റെ ഇൻസൈറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡയറക്ട്ലി നമുക്ക് ഈ പ്രോഗ്രാംസിന്റെ 5 പ്രധാനപ്പെട്ട കമ്പണൻസിലേക്ക് കടക്കാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതിലെ ആദ്യത്തെ കമ്പണന്റായ മൈക്രോ തീംസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ അടുത്ത ഓരോ കമ്പണൻസിനെയും പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ ഇതിന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടും. അപ്പൊ നമുക്ക് ഡയറക്ട്ലി തീംസിലേക്ക് കടക്കാം. അപ്പൊ തീംസ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തന്നെ കാരണം, സേ എവറി അക്കാഡമി അവരുടെ ടേബിളുകൾ, പ്രിലിംസ് വെയിറ്റേജ് ടേബിളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പോളിറ്റി 15 ചോദ്യം, ഇക്കണോമി 15 ചോദ്യം, എൻവയോൺമെന്റ് 20 ചോദ്യം, ഇങ്ങനെയായിരിക്കും വെയിറ്റേജ് ഡിവൈഡ് ചെയ്തിരിക്കുക PVQ അനാലിസിസിൽ. പക്ഷെ എന്നാൽ ഇതൊരു ബ്രോഡ് ടോപ്പിക്കാണ്. സേ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഇക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് ഓഫ് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട് ഇക്കണോമിക്ക്. അപ്പൊ ഇതിനൊരു നാരോ ഡൗൺ ചെയ്തെടുത്ത് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ തീംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രോപ്സ് എന്ന തീം ഉപയോഗിച്ചാണ്. അപ്പൊ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് തീം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് തീം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് പെർ ഇയർ അറ്റ്ലീസ്റ്റ് ഒരു 1-2 ചോദ്യം ആൻസർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കണം. അതായത് ഓരോ വർഷവും UPSC അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും ആ തീമിൽ നിന്ന് ചോദിക്കണം. അപ്പൊ അത്തരം ഗ്യാരണ്ടിയുള്ള തീംസിൽ നിങ്ങൾക്ക് 1-2 ദിവസം അതിനുവേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. കാര്യം അതൊരു ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ഏരിയയാണ്. ക്വസ്റ്റ്യൻ എക്സാക്ട്ലി നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഗ്യാരണ്ടീഡ് ആയിട്ട് ആ ഏരിയ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം നമുക്കിപ്പോൾ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ടീം ക്രോപ്സ് ആണ്. ഓരോ തീമിനെയും നമ്മൾ ഒരു ഫ്രെയിം വർക്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ഫ്രെയിം വർക്ക് നിങ്ങളെ ആ തീം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഒരു ഈസ് കൊണ്ടുതരും. ഇപ്പോൾ ക്രോപ്സിനെ തന്നെ നമ്മൾ ഒരു 6 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പൾസസ്, ഫ്രൂട്ട്സ്, സിറിയൽസ്, ഓയിൽ സീഡ്സ്, പ്ലാന്റേഷൻ ക്രോപ്സ്, പിന്നെ സ്പൈസസ്. അപ്പൊ എന്നിട്ട് ഈ ഓരോ ക്രോപ്പിനെയും അല്ലെങ്കിൽ ഓരോ സബ് കാറ്റഗറിയും പഠിക്കാൻ PVQ ബേസ്ഡ് ആയിട്ട് UPSC ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് അതും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രെയിം വർക്കിൽ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ആംഗിൾ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രോപ്സിനെ പറ്റി ക്വസ്റ്റ്യൻ വരാം. അത് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസിയിൽ തന്നെ ബേസ്ഡ് ആയിട്ടേക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമുക്ക് തൽക്കാലം ഈ ഫ്രെയിം വർക്ക് ഇവിടെ നിർത്തുക. ആദ്യം നമുക്ക് PVQs വിസിറ്റ് ചെയ്തിട്ട് വരാം. എന്നിട്ട് തിരിച്ച് ഈ ഫ്രെയിം വർക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ധാരണ കിട്ടും. വിൽ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദി PVQs. 2024 ഒരു ചോദ്യമാണ്. ഇത് കൊക്കോ പ്ലാന്റിനെ പറ്റിയാണ്. ഇപ്പൊ കൊക്കോ എന്ന് പറയുന്ന ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ് നമ്മുടെ ഫ്രെയിം വർക്കിനകത്ത്. ഇപ്പൊ മേജർ ആയിട്ടുള്ള എല്ലാ പ്ലാന്റേഷൻ ക്രോപ്സിനെ പറ്റിയും നമ്മൾ പഠിക്കും. അതിൽ തന്നെ നമ്മൾ എല്ലാ കാര്യവും പഠിക്കത്തില്ല. UPSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ആംഗിൾസ് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുക. ഇപ്പൊ ഫ്രെയിം വർക്കിലോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ആ ക്രോപ്പിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആരാണ്? ഇന്ത്യ എവിടെ നിന്നാണ് ക്രോപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നത്? അതൊരു ആംഗിളാണ്. ഇനി പ്രൊഡക്ഷൻ ആംഗിൾ, ആരാണ് ആ ക്രോപ്പിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ? ഇന്ത്യയിൽ തന്നെ ഏത് സ്റ്റേറ്റ് ആണ് ആ ക്രോപ്പ് ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏറ്റവും വലിയ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഏത് രാജ്യത്താണ്? ഏറ്റവും കൂടുതൽ വോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണ്? കാര്യം പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് ഇത് രണ്ടും മാറും. ഇത്തരം ആംഗിളും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാറുണ്ട്. ഇനി അതുമല്ല, ആ ക്രോപ്പിന് ഫുഡായിട്ടല്ലാതെ മറ്റെന്തെങ്കിലും യൂസസ് ഉണ്ടോ? അത് മറ്റൊരു ആംഗിളാണ്. ഇതിനെ എല്ലാക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആംഗിളാണ് MSP ക്രോപ്പാണോ അത്? നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ 22ഓളം ക്രോപ്പുകൾക്ക് എവറി ഇയർ ഇന്ത്യൻ ഗവൺമെന്റ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാറുണ്ട്.
അപ്പൊ അത്തരം ക്രോപ്പുകളിൽ നിന്നുള്ള അത്തരം ക്രോപ്പുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ UPSC ഒരു ഹയർ ഫ്രീക്വൻസിയിൽ ചോദിക്കാറുണ്ടായിട്ട് നിങ്ങൾക്ക് കാണും. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആംഗിൾ ആണ്. ഒരു 22ഓളം MSP ക്രോപ്സ്. അപ്പൊ ഇത്തരം ആംഗിളുകളിൽ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ കൊക്കോയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന സബ് കാറ്റഗറിയിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള ഈസി ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്രെയിംവർക്കിൽ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആകുമായിരുന്നു. അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സംശയം വരാം, എത്രത്തോളം ഫ്രൂട്ട്സ് ഉണ്ട്, എത്രത്തോളം വെജിറ്റബിൾസ് ഉണ്ട്, ആയിരക്കണക്കിനുണ്ട് ക്രോപ്സുകൾ. അപ്പൊ ഇതെല്ലാം എങ്ങനെ ഈ ഫ്രെയിംവർക്കിൽ പഠിക്കും എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടും ചോദിക്കാം. അപ്പൊ അത് നമ്മൾ എല്ലാ ക്രോപ്സും പഠിക്കണം എന്നായിരിക്കില്ല പറയുന്നത്. ഈ ഫ്രെയിംവർക്കിനുള്ളിൽ തന്നെ ഏതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏതിനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബീട്രൂട്ടിനെയും കുക്കുംബറിനെയും പറ്റി നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. അഥവാ കറണ്ട് അഫയേഴ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെങ്കിലും ഒരു ന്യൂസ് വരികയാണെങ്കിൽ നമ്മളത് കവർ ചെയ്യും. അല്ലെങ്കിൽ ഇത്തരം വളരെ നോർമൽ ആയിട്ടുള്ള ക്രോപ്സിനെ പറ്റി നമ്മൾ പഠിക്കില്ല. മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ക്രോപ്സ്, റൈസ്, വീറ്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പോൾ പുഷ് ചെയ്യുന്ന മില്ലറ്റ്, നമുക്ക് ഹയർ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉള്ള ഓയിൽ സീഡ്സ് ലൈക്ക് പാം ഓയിൽ, അതുമല്ലെങ്കിൽ ഇന്ത്യ മേജർലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, ബനാന, ഗുവാവ, അതുപോലത്തെ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഇന്ത്യ ഹൈലി ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആപ്പിൾ പോലത്തെ ഫ്രൂട്ട്സ്. അപ്പൊ ഇത്തരം റിലവൻസ് ഉപയോഗിച്ച് മാത്രമായിരിക്കും നമ്മൾ ക്രോപ്സ് ഏത് പഠിക്കണം പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അതേ വർഷം തന്നെ ക്വസ്റ്റ്യൻ ആണ്, 2024 ക്വസ്റ്റ്യൻ ആണ്. ആപ്പിൾ, ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾസ് ഓൺ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇപ്പൊ ഫ്രൂട്ട്സ് എന്ന സബ് കാറ്റഗറിക്ക് അണ്ടറിൽ നിങ്ങൾ ആപ്പിൾ കവർ ചെയ്തിരുന്നെങ്കിൽ, ആപ്പിളിന്റെ ഓഫ് കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന ഒരു ആംഗിൾ ഏതായിരിക്കും? ഇമ്പോർട്ട് എക്സ്പോർട്ട് ആംഗിൾ. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ മേജറായിട്ട് ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരു ഇടിവ് വന്നിരുന്നു കഴിഞ്ഞ വർഷം, അതുകൊണ്ട് ഒരു മേജർ ന്യൂസ് ആയിട്ടും പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആംഗിൾ നമ്മൾ കവർ ചെയ്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ടാർഗറ്റ് ചെയ്യാമായിരുന്നു. ഇനി നോക്കൂ, അതിന് മുമ്പത്തെ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പാം ഓയിലിനെ പറ്റിയായിരുന്നു. പാം ഓയിൽ എന്ന ഓയിൽ സീഡ് ഓഫ് കോഴ്സ് റെലവന്റ് ആണ്. ഇന്ത്യക്ക് ഹയസ്റ്റ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉള്ള ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ക്രോപ്പാണ് പാം ഓയിൽ. ഇപ്പോൾ എന്തായാലും അത്രയും കാശ് നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്യുന്ന കാരണം, നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഇല്ലാത്തത് കാരണം ഗവൺമെന്റ് തുടരെ പ്രൊജക്ടുകൾ ലൈക്ക് നാഷണൽ മിഷൻ ഓൺ ഓയിൽ പാം കൊണ്ടുവരുന്നത് കാരണം പാം ഓയിൽ എന്ന ഓയിൽ സീഡ് ക്രോപ്പ് റെലവന്റ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു, ഏത് ആംഗിളിലാണ് വന്നത്? യൂസ് ഓഫ് ദാറ്റ് ക്രോപ്പ് ആസ് എ ഫുഡ് ഐറ്റം അല്ലാതെ ഏതൊക്കെ രീതിയിൽ ആ ക്രോപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ള ആംഗിളിലായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ആ ആംഗിളും നമ്മുടെ ഫ്രെയിംവർക്കിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ലീസ്റ്റ് വാട്ടർ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്രോപ്പ് ഏതാണ്? താഴെ പറയുന്നവയിൽ ഓഫ് കോഴ്സ് നമ്മൾ കവർ ചെയ്യുന്ന ഒരു മേജർ ആംഗിൾ എന്ന് പറയുന്നത് ഗ്രോയിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗ്രോയിങ് റിക്വയർമെന്റ്സ് ഫോർ ഈച്ച് ഓഫ് ദീസ് ക്രോപ്സ്. ഏത് തരം സോയിലാണ് ഈ ക്രോപ്പ് നന്നായി വളരുന്നത്, അല്ലെങ്കിൽ ഏത് തരം കാലാവസ്ഥയിലാണ് ഈ ക്രോപ്പ് വളരുന്നത്, അല്ലെങ്കിൽ ഏത് തരം എത്രത്തോളം വാട്ടർ റിക്വയർമെന്റ് ഉണ്ട്, ഹൈ ഫെർട്ടിലൈസർ നീഡ് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ക്രോപ്പിന്റെ ഗ്രോയിങ് റിക്വയർമെന്റ്സും എല്ലാ മേജർ ക്രോപ്സിനും നമ്മൾ കവർ ചെയ്യും ആ ഫ്രെയിംവർക്കിനുള്ളിൽ. അപ്പൊ ആ ഒരു ആംഗിളും നമ്മൾ ഇതിൽ കവർ ചെയ്യും. ഇനി മുന്നോട്ട് നോക്കൂ. ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നൈജർ സീഡിനെ പറ്റിയായിരുന്നു ചോദ്യം. ഇപ്പൊ നൈജർ സീഡ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഓയിൽ സീഡാണ്. എന്നാൽ അതൊരു MSP ക്രോപ്പും കൂടെയാണ്. അതിന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോ വർഷവും MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ ആംഗിളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം MSP ക്രോപ്പ് ആണോ അല്ലയോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ MSP സെറ്റ് ചെയ്തതിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഷുഗർ കീന്റെ FRP ആണ് MSPക്ക് വരാം. അപ്പൊ ആ രീതിയിൽ ഗവൺമെന്റ് മിനിമം തുക പ്രഖ്യാപിക്കുന്ന ക്രോപ്പുകളെ പറ്റി, അതിന്റെ പ്രൈസ് സെറ്റിങ്ങിനെ പറ്റി പോലും ചോദ്യം വരാം. അതുകൊണ്ടാണ് MSP സെപ്പറേറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആംഗിളായി നമ്മൾ ഫ്രെയിംവർക്കിനുള്ളിൽ പറഞ്ഞത്. ഇപ്പൊ നൈജർ സീഡ് ഓഫ് കോഴ്സ് 7 ഓയിൽ സീഡ്സ് ഉണ്ട് MSP കാറ്റഗറിക്ക് അണ്ടറിൽ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിലൊരെണ്ണമാണ് നൈജർ സീഡ്. അപ്പൊ അതായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഒരു ആംഗിൾ. രണ്ടാമത്തെ ആംഗിൾ എന്താണ്? ആ നൈജർ സീഡിന്റെ യൂസ്. സോ നൈജർ സീഡ്, സം ട്രൈബൽ പീപ്പിൾ ഇൻ ഇന്ത്യ യൂസ് നൈജർ സീഡ് ഓയിൽ ഫോർ കുക്കിംഗ്. അപ്പോൾ ഓരോ ക്രോപ്പിന്റെയും യൂസുകളിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ റഫ്ലി കാണാതെ പഠിക്കണമെന്ന് പോലും ഇല്ല. ഇതൊരു ജനറൽ റീഡിംഗ് അവയർനെസ് മതി. ഈ പോർഷനിൽ കൂടെ നിങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് സ്റ്റക്ക് ആവും. കാര്യം നിങ്ങൾ മറ്റ് ഒരുപാട് കണ്ടന്റ് ഒരുമിച്ച് കളക്ട് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടാണ് ടാർഗറ്റഡ് ആയി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് റിട്ടൻഷൻ എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇനി മുന്നോട്ട് പോയാൽ അടുത്ത ക്വസ്റ്റിന്റെ 2023 ചോദ്യമാണ്. ചായ എന്ന് പറഞ്ഞ പ്ലാന്റേഷൻ ക്രോപ്പിനെ പറ്റിയായിരുന്നു ചോദ്യം വന്നത്. അപ്പോൾ ടീ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ, മേജർ ടീ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന സ്റ്റേറ്റുകളെ പറ്റിയാണ് ചോദ്യം വന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആംഗിൾ ഏതാണ്? പ്ലാന്റേഷൻ ക്രോപ്പ് കാറ്റഗറിക്കുള്ളിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്, സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷൻ എന്നുള്ള ആംഗിളിലാണ് ആ ചോദ്യം വന്നത്.
അപ്പൊ അതും നമ്മുടെ ഫ്രെയിംവർക്കിനുള്ളിൽ ഫിറ്റ് ആവുന്നതാണ്. ഇനി നോക്കുക, ആ വർഷത്തെ തന്നെ മറ്റൊരു ചോദ്യം, പ്ലാന്റേഷൻ ക്രോപ്പായ ടീ എന്നാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആംഗിൾ ആണ്. അത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബോഡീസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ ക്രോപ്പ് എന്ന ആംഗിളാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ മേജർ ക്രോപ്സിനും ഇന്ത്യയിൽ ഒരു അതോറിറ്റി കാണും. ലൈക്ക് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കോഫി ബോർഡ്, അതും അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൾസസ് ഫെഡറേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ മെമ്പറാണ്. നമ്മളൊരു ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് പൾസസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പൊ അത്തരം കീ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അത് റെലവെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായത് ഈ ക്വസ്റ്റ്യൻ UPSC ചോദിച്ചപ്പോൾ തൊട്ടാണ്. അപ്പം ഇനിയുള്ള ഒരു വർഷത്തിൽ, ഇത് വളരെ റിസന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, പിന്നെയുള്ള ഒരു വർഷത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കോഫി ബോർഡിനെ പറ്റി ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ സ്പൈസസ് ബോർഡിനെ പറ്റി ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. പൾസസ് ഫെഡറേഷനെ പറ്റി ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ടർമറിക് ബോർഡുണ്ട്, ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാനും അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനും കൂടെ പറ്റും. അപ്പൊ ഇത്തരം ടാർഗറ്റഡ് പ്രിപ്പറേഷന് ഈ ഫ്രെയിംവർക്ക് ഉപകരിക്കും. ആദ്യം നമ്മൾ സിലബസിലെ ബ്രോഡായിട്ട് പഠിക്കുന്നതിന് പകരം PYQ അനലൈസ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ഒരു 30ഓളം മേജർ തീംസ് ഐഡന്റിഫൈ ചെയ്തു. ഓരോ തീംസിനും നമ്മളൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നു. ആ ഫ്രെയിംവർക്ക് അനുസരിച്ച് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുന്നു. ഇതുവഴി വളരെ ടാർഗറ്റ് ആയ കണ്ടന്റ് നമ്മുടെ മനസ്സിൽ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യവും ഇതേ ആംഗിളിൽ തന്നെയാണ്. ഇമ്പോർട്ട് എന്നുള്ള ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യക്ക് ലാർജസ്റ്റ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉള്ളത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ക്രോപ്സിൽ, ആ ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആയ കാര്യം, വെജിറ്റബിൾ ഓയിൽസിലാണ് നമുക്ക് ഹയസ്റ്റ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എന്നുള്ളത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പത്രവായന ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വെജിറ്റബിൾ ഓയിൽസ് ആണ് ആൻസർ. ആ ഓർഡർ തന്നെ ഡയറക്ട്ലി ആനുവലി പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ ഫിഗേഴ്സിൽ നിന്ന് ഡയറക്ട്ലി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്തായാലും ഈ ഫ്രെയിംവർക്കിനുള്ളിൽ ഫിറ്റ് ചെയ്തേനെ. കാര്യം മേജർ കാറ്റഗറി തന്നെ അതിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള ആംഗിളിലായിരുന്നു ആ ചോദ്യം വന്നിരുന്നത്. അപ്പൊ ഇതും നമ്മുടെ ആംഗിൾ ഫിറ്റ് ആവുന്നതാണ്. ഇനി ഇത്തരത്തിൽ ക്രോപ്സ് മാത്രം നോക്കുകയാണെങ്കിൽ അവസാനത്തെ അത് 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ക്രോപ്സ് എന്നുള്ള ഒറ്റ തീമിൽ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്രോപ്സ് എന്നുള്ള ഒറ്റ തീമിൽ നിന്ന് അതിനർത്ഥം ആവറേജ് ഒരു ഇയറിൽ 1.6 ക്വസ്റ്റ്യൻസ് ഓർ സേ 1 to 2 ക്വസ്റ്റ്യൻസ് പെർ ഇയർ ഗ്യാരണ്ടീഡ് ആയിട്ട് UPSC ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ക്രോപ്സ് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മാർക്കെങ്കിലും, 2 തൊട്ട് 4 മാർക്ക് വരെ നിങ്ങൾക്ക് എല്ലാ പ്രിലിംസ് പേപ്പറിലും ഗ്യാരണ്ടീഡ് ആയിട്ട് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ആസ്പിറൻസിന് മുകളിൽ ഒരു എഡ്ജ് എങ്കിലും ലഭിക്കും ആ ക്വസ്റ്റ്യനിൽ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, ഇതെല്ലാം ലാസ്റ്റ് 10 yearsലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പർട്ടിക്കുലർ തീമിൽ നിന്ന് വന്നത്. ഷുഗർ കെയിൻ്റെ FRP പറ്റിയുള്ള ഒരു ചോദ്യം, സിറിയൽസ് ആൻഡ് പൾസസ്, അതും MSPയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. ഇനി നോക്കുകയാണെങ്കിൽ പൾസസിനെ പറ്റി മാത്രം ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, പിന്നെ കാരിഫ് പൾസസും റാബി പൾസസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇപ്പൊ പൾസസ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ 5 മേജർ പൾസസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാർജ് പ്രൊഡക്ഷനുള്ള 5 മേജർ പൾസസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ഓൾറെഡി ഫ്രെയിംവർക്കിൽ പഠിക്കും. ഒരുപാട് പൾസസ് നമ്മൾ പഠിക്കത്തില്ല. ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, പിന്നെ കാരിഫ് റാബി കാറ്റഗറൈസേഷൻ, അത് എല്ലാ ക്രോപ്സിനും ഉണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ പർട്ടിക്കുലർ ആയിട്ട് കാരിഫ് റാബി പൾസസിനെ പറ്റിയായിരുന്നു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഇത് നമ്മുടെ ഫ്രെയിംവർക്കിനുള്ളിൽ സെറ്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പുറത്ത് കാണുന്നത് കോട്ടന്റെ ഗ്രോയിങ് കണ്ടീഷൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആംഗിൾ ഗ്രോയിങ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആംഗിളിൽ നിന്നാണ് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നത്. കോട്ടൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ക്രോപ്പ്. ഇന്ത്യയുടെ പ്രോബബ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാഷ് ക്രോപ്പ് കോട്ടൺ ആണ്. ഇപ്പൊ കോട്ടന്റെ ഗ്രോയിങ് കണ്ടീഷൻസ്, ഇത് ഓഫ് കോഴ്സ് ഏത് ജോഗ്രഫി ടെസ്റ്റിലും നിങ്ങൾക്ക് ക്രോപ്സിലോട്ട് പോകുമ്പോൾ ഇത് കാണാൻ പറ്റും. 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി ബേസിക്സ് ഉള്ള ഒരു ആസ്പിരന്റിന് അത് കോട്ടൺ ആണെന്ന് മനസ്സിലാവും. ബാക്കിയൊന്നും വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാര്യം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻഡേർഡ് ജോഗ്രഫി ടെക്സ്റ്റുകളിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ആ ഫ്രെയിംവർക്കിൽ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഫ്രെയിംവർക്കിനുള്ളിൽ ഫിറ്റ് ആവുന്നതാണ്. ഇനി നോക്കൂ, ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ, ജോവാർ, ഓയിൽ സീഡ്സ്, ഷുഗർ കെയിൻ, ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു 4 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ ഈസ് ഹയസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ ഫ്രെയിംവർക്കിൽ ഈസിലി കവർ ചെയ്യാം. കാര്യം സിറിയൽസ് എന്നുള്ള ക്രോപ്പ് കാറ്റഗറിക്കകത്ത് നമ്മൾ റൈസ്, വീറ്റ്, മില്ലറ്റ്സ് എന്തായാലും പഠിക്കും. മേജർ മില്ലറ്റ്സ് ഇപ്പോൾ 5 ക്രോപ്സേ അപ്പോൾ അതിനകത്ത് വരുന്നുള്ളൂ സിറിയൽസ് എന്ന കാറ്റഗറിക്കകത്ത്. അതിൽ ഓരോന്നിൻ്റെയും ഏരിയ വൈസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വൈസ് ഏതാണ് ഹയസ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്തായാലും ആ നോട്ടിനുള്ളിൽ നമ്മൾ ആ ഫ്രെയിംവർക്കിൽ സെറ്റാക്കി വെക്കണം. അപ്പം എങ്ങനെ അത് സെറ്റാക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ ഹയസ്റ്റ്, ഇത് നമ്മുടെ ഫ്രെയിംവർക്കിനുള്ളിൽ ഫിറ്റ് ആവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ
ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ഇൻ ലാസ്റ്റ് 5 years. അപ്പൊ അതിനർത്ഥം ഡയറക്ട്ലി റൈസ് എന്ന് പറയുന്ന സിറിയൽ ഏത് ക്വസ്റ്റ്യൻ ആംഗിളിൽ നിന്നാണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആംഗിളിൽ നിന്നാണ്. ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആരാണ്, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ് എന്നുള്ള മേജർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആംഗിളിൽ നിന്ന് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദി ലാസ്റ്റ് 5 years. വീണ്ടും ഒരു MSP ബേസ്ഡ് ക്വസ്റ്റ്യൻ. MSP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പൊ അതും നമ്മുടെ ഒരു മേജർ കീ ക്വസ്റ്റ്യൻ ആംഗിൾ ആണ്. MSP നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ പ്ലാന്റേഷൻ ക്രോപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടൊബാക്കോ, കൊക്കോ, റബ്ബർ ഇത്തരം പ്ലാന്റേഷൻ ക്രോപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തവണ കൊക്കോ ചോദിച്ചു, മറ്റൊരു പ്ലാന്റേഷൻ ക്രോപ്പ്. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ഈ ഫ്രെയിംവർക്കിലോട്ട് തിരിച്ചു പോയാൽ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഈ പർട്ടിക്കുലർ ക്രോപ്സ് കാറ്റഗറീസ് ഈ പർട്ടിക്കുലർ ആംഗിൾസിൽ നിന്ന് തന്നെയാണ് ഓരോ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫ്രെയിംവർക്കിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ തീമിനെ കവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഇത്തരത്തിലായിരിക്കും നമ്മുടെ തീം ബേസ്ഡ് ക്ലാസ്സസ് പോവുക. അപ്പൊ തീം ബേസ്ഡ് ക്ലാസ്സിൽ നമ്മളൊരു ഓൾറെഡി ഒരു 20 to 30 തീംസ് ഐഡന്റിഫൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പെർ ഇയർ 1 to 2 ക്വസ്റ്റ്യൻസ് ഉള്ള തീം ആണെങ്കിൽ ഓൺ ആവറേജ് അപ്പൊ 1.5 ക്വസ്റ്റ്യൻസ് എന്ന് കൂട്ടുക. അപ്പൊ അങ്ങനത്തെ ഒരു 30 തീം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 45 ക്വസ്റ്റ്യൻസ് പെർ ഇയർ ടാർജറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ടാർജറ്റഡ് പ്രിപ്പയർ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 35 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടും ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് 70 മാർക്സ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രിലിംസ് ചാരിറ്റിയറിന്റെ ഈ ഒരു ഒറ്റ കമ്പോണന്റ് തീംസ് കമ്പോണന്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 70 മാർക്സ് ഗ്യാരണ്ടീഡ് ആയിട്ട് ഫെച്ച് ചെയ്യാൻ പറ്റും GS1 പ്രിലിംസിൽ. ഇനി ഇത് മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിന്റെ കമ്പോണൻസ്, വേറെയും 4 കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആദ്യമേ പരിചയപ്പെടുത്തിയ 5 കമ്പോണൻസ്. ഒന്ന് ഓഫ് കോഴ്സ് തീംസ് ആണ്, 2 സോഴ്സസ്. തീംസിനെ ഐഡന്റിഫൈ ചെയ്തതുപോലെ തന്നെ സ്ഥിരമായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഗ്യാരണ്ടീഡ് ആയിട്ട് ചോദിക്കുന്ന ചില സോഴ്സസ് ഉണ്ട്, വളരെ കുറവാണെങ്കിൽ പോലും. അത്തരം സോഴ്സസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അവയെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതായിരിക്കും ആ സെക്കൻഡ് എലമെന്റിൽ നമ്മൾ പറയുന്നത്. ഈ തേർഡായിട്ട് നമ്മുടെ ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ പാറ്റേൺസ് ആണ്. നിങ്ങൾക്കറിയാം UPSC പലതരം ഓപ്ഷൻ പാറ്റേൺസ് ഓരോ പ്രിലിംസിലും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ PVQ ബേസ് ചെയ്ത ലാസ്റ്റ് 10 yearsലെ ഓരോ ഓപ്ഷൻ പാറ്റേണിന്റെ അണ്ടറിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതെടുത്തിട്ട് അതിൽ ഓരോ ഓപ്ഷൻ പാറ്റേണിനെയും എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം ഇറസ്പെക്റ്റീവ് ഓഫ് ദി കണ്ടന്റ് എന്നുള്ളൊരു കുറച്ച് ടെക്നിക്സ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുക. ഈ 4ാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതൊരു യുണീക്ക് കോമ്പണന്റ് ആണ്. ഈ 4ാമത്തെ കോമ്പണന്റ് നമ്മൾ സെറ്റർ സൈക്കോളജിയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ സെറ്റർ സൈക്കോളജി നമുക്ക് മനസ്സിലാക്കാം? നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സെറ്ററിന്റെ മൈൻഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രയും പ്രോസസ്സിൽ കൂടെ പോയതിനു ശേഷം തീംസ്, സോഴ്സസ്, ഓപ്ഷൻ പാറ്റേൺസ്, ഇപ്പൊ നിങ്ങൾക്ക് PVQനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. ഏത് പാറ്റേണിലാണ് UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് കാണും. ആ ധാരണയുടെ ബേസിസിൽ നിങ്ങളെ UPSC സ്റ്റാൻഡേർഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ കുറച്ച് അസൈൻമെന്റ്സ് തരും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് കുറെ ഇൻസൈറ്റ് കിട്ടും. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് അതേ രീതിയിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സെറ്ററും ചിന്തിക്കുക. ഇപ്പൊ എക്സാം ഹാളിൽ നിങ്ങൾ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെ പറ്റി കാര്യമായ അവയർനെസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു സെറ്റർ സൈക്കോളജിയെ പറ്റിയുള്ള ഇൻസൈറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും നിങ്ങൾക്ക് വളരെ ഹാൻഡി ആയിരിക്കും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് 5ാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു 1-on-1 സെഷൻ. അതായത് ഈ ഒരു 10 to 30 മാർക്സ് എഡ്ജ് കട്ട് ഓഫിന് മുകളിൽ സ്ഥിരമായി മേടിക്കുന്ന ആസ്പിറൻസ് അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു 1-on-1 സെഷൻ. ഈ 1-on-1 സെഷനിൽ ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ, 2022 പ്രിലിംസ് അല്ലെങ്കിൽ 2023 പ്രിലിംസ്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ ആസ്പിറന്റുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാം. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനെയും വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഇൻസൈറ്റും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഈ 5 കമ്പോണൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ തീംസിൽ നിന്ന് തന്നെ ലീസ്റ്റ് കേസിൽ നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടേണ്ടതാണ്. ബാക്കി ഈ 4 കമ്പോണൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എലിമിനേഷൻസും സോഴ്സസ് വഴിയുള്ള പ്രിപ്പറേഷൻസും സെറ്റർ സൈക്കോളജിയും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു 100 മാർക്കിന് അടുത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ് നിങ്ങൾ ഇതേ പ്രോസസ്സിൽ കൂടെ പോവുകയാണെങ്കിൽ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 15 മണിക്കൂറുള്ള ഓറിയന്റേഷൻ മാത്രം മതി
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകാൻ. നമ്മൾ കണ്ടന്റ് തരുന്നില്ല, നമ്മൾ തുടർച്ചയായി ക്ലാസ് എടുക്കുന്നില്ല. ഈ ഒരു 15 മണിക്കൂറുള്ള ഓറിയന്റേഷൻ കൂടെ തന്നെ നിങ്ങളെ നമ്മൾ ആ ഒരു പ്രിലിംസ് ആംഗിളോട്ട് സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യന്റ് ആകാൻ പറ്റും. പിന്നെ ഈ തീംസ് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത തീംസ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റി ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ടാർഗറ്റഡ് ആയി കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രിലിംസ് ചാരിയറ്റ് പ്രോഗ്രാമിന്റെ ഒരു ഏകദേശ രൂപം. ഇതിലെ സോഴ്സസിനെ പറ്റിയും ഓപ്ഷൻ പാറ്റേൺസിനെ പറ്റിയും എല്ലാം ഉള്ള ഡെമോ വീഡിയോസ്, ഇതേപോലെയുള്ള ഡെമോ വീഡിയോസ് ഇനിയും വരും. ഇതേ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വെയിറ്റ് ആൻഡ് സീ. സോ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഇതൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1, 2, 3 പർട്ടിക്കുലർ മെന്റേഴ്സ് ആയിരിക്കും ഉള്ളത്, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി ഉള്ള മെന്റേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അവര് ലിമിറ്റഡ് ഇൻടേക്ക് ആയിരിക്കും നമുക്ക് പോസിബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. സോ സീ യു ലേറ്റർ. താങ്ക് യു.